إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. യഖൂലു അല്ലാഹു അസ്സ വജൽ ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തത്ഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. പരിശുദ്ധ റമദാൻ വിട പറഞ്ഞു. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം തഖ്വയാണ് പരിശുദ്ധ റമദാനിൽ നിന്ന് അവർ കൈമുതലാക്കിയ ഏറ്റവും വലിയ സമ്പാദ്യം. ആ തഖ്വ മുറുകെ പിടിച്ചുകൊണ്ട് ഇസ്തിഖാമത്തോടുകൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിച്ച് ഇത്തിബാഉ അവാമിരിഹി സുബ്ഹാനഹ്, റബ്ബിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി, വജ്തിനാബു നവാഹി, അള്ളാഹുവിൻ്റെ വിലക്കുകളിൽ നിന്ന് വിട്ടുനിന്ന് പരമാവധി ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച് യഥാർത്ഥ മുത്തഖിയായി ഒരു മുഅ്മിനായ മനുഷ്യൻ ജീവിക്കണമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫസ്തഖിം കമാ ഉമിർത്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് റബ്ബ് സുബ്ഹാനഹു വ തആല നിന്നോട് കൽപ്പിച്ചതുപോലെ നേരായ മാർഗത്തിൽ സിറാത്തുൽ മുസ്തഖീമിൽ നിന്നോട് കൽപ്പിക്കപ്പെട്ടതുപോലെ നീ നിലകൊള്ളണം. വമൻ താബ മഅക, അല്ലാഹുവിൻ്റെ റസൂലേ, താങ്കളോടൊപ്പം പശ്ചാത്തപിച്ചു മടങ്ങിയ മുഅ്മിനീങ്ങളായ മനുഷ്യരും അപ്രകാരം ചെയ്തു കൊള്ളട്ടെ. വലാ തത്ഗൗ, അള്ളാഹുവിൻ്റെ വിലക്കുകളെ നിങ്ങൾ ലംഘിക്കരുത്. പടച്ച റബ്ബ് നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്ന അതിർവരമ്പുകളെ നിങ്ങൾ ഭേദിച്ചു കടക്കരുത്. കാരണം ഇന്നഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനത്തെയും റബ്ബ് സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായി കണ്ടുകൊണ്ടിരിക്കുന്നുവെന്നുള്ള ബോധം അല്ലയോ മനുഷ്യ നിനക്കുണ്ടായിരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുകയാണ്. യഖൂലുല്ലാഹു അസ്സ വജൽ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പ്രഖ്യാപിച്ചവർ, സുമ്മ ഇസ്തഖാമൂ, എന്നിട്ട് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിലയുറപ്പിക്കുകയും ചെയ്തവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് നൽകിയ മാർഗദർശനത്തിൽ
സിറാത്തും മുസ്തഖീമിൽ അടിയുറച്ച് നിലകൊള്ളുകയും ചെയ്യുന്നവരായ ആളുകൾ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ യാതൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല, അവരൊരിക്കലും തന്നെ ദുഃഖിക്കേണ്ടി വരികയില്ല. ഉലൈക അസ്ഹാബുൽ ജന്നതി ഖാലിദീന ഫീഹാ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള സുന്ദരമായ സ്വർഗ്ഗത്തോപ്പുകളുടെ അവകാശികൾ അവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കർമ്മങ്ങളുടെ ഫലമായി സ്വർഗത്തിൽ അവർക്ക് നിത്യവാസം നൽകുന്നതത്രേ. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കുന്നതിന് അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കരുതി വെച്ചിരിക്കുന്നുവെന്ന് സൂറത്തുൽ അഹ്ഖാഫിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഉണർത്തുന്നു. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുകയാണ്, ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു മനുഷ്യൻ തന്റെ ഇബാദത്തുകൾ ശരിയായ വിധം അനുഷ്ഠിക്കുകയും മറ്റു കാര്യങ്ങളിൽ വീഴ്ച വരുത്തുകയും ചെയ്യലാണോ? ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിഖാമത്തു തതഅല്ലഖു ബിൽ അഖ്വാലി വൽ അഫ്ആലി വൽ അഹ്വാലി വൻ നിയ്യാത്ത്. ഒരു മനുഷ്യന്റെ വാക്കുകളിലും അവന്റെ പ്രവൃത്തിയിലും അവന്റെ ദിനചര്യയിലും അവന്റെ ചുറ്റുപാടിലും അവന്റെ നിയ്യത്തിലും ഇസ്തിഖാമത്തുണ്ടായിരിക്കണം. അൽ ഇസ്തിഖാമത്തു തതഅല്ലഖു ബിൽ അഖ്വാലി വൽ അഫ്ആലി വൽ അഹ്വാലി വൻ നിയ്യാത്ത്. ഒരു മനുഷ്യന്റെ വാക്കുകളിലും അവന്റെ പ്രവൃത്തിയിലും അവന്റെ ചുറ്റുപാടിലും അഥവാ അവൻ ഏതെല്ലാം മേഖലകളിൽ ഇടപെടുന്നുവോ അവിടെയെല്ലാം അവന്റെ നിയ്യത്തിലും ഇസ്തിഖാമത്ത് ആവശ്യമാണ്. അള്ളാഹുവിന്റെ അതിർവരമ്പിൽ അവൻ നിലകൊള്ളുകയും അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് അവൻ വിട്ടുനിൽക്കുകയും പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. നാവുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തന്റെ എല്ലാ ഇടപാടുകളിലും വേണ്ട തന്റെ മനസ്സിന്റെ ഉള്ളിൽ ഉദ്ദേശിക്കുന്ന നീയത്തിൽ പോലും അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളണമെന്നുള്ളതാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ നേരായ ചൊവ്വായ മാർഗം നീ എനിക്ക് കാണിച്ചു തരണേ എന്നൊരു വിശ്വാസി പറയുന്നതിലുള്ള അതിന്റെ ആശയമെന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പഠിപ്പിക്കുകയാണ്. അൻ സുഫിയാൻ ഇബ്നു അബ്ദുല്ലാ അസ്-സഖഫി قال قلت يا رسول الله قل لي في الإسلام قولا لا أسأل عنه أحدا بعدك. അല്ലാഹുവിന്റെ റസൂലേ, പരിശുദ്ധ ഇസ്ലാമിൽ മറ്റൊരാളോടും ഇനി ഞാൻ ചോദിക്കേണ്ടതില്ലാത്ത ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ് ഇസ്ലാം എന്ന് നിർവചിച്ചു തരുന്നതായ ഒരു കാര്യം അങ്ങെനിക്ക് പറഞ്ഞു തന്നാലും. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖിം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്, നീ പ്രഖ്യാപിക്കണം, നീ പറയണം, ആമൻതു ബില്ലാഹ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ആമൻതു ബില്ലാഹ്, എന്നെ സൃഷ്ടിച്ച എന്റെ റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. സുമ്മ ഇസ്തഖിം, എന്നിട്ട് ആ റബ്ബിന്റെ മാർഗത്തിൽ നീ നിലകൊള്ളുകയും ചെയ്യുക. അതുതന്നെയാണ് പരിശുദ്ധ ഇസ്ലാം എന്നതിന്റെ വിവക്ഷയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ, ഒരു മനുഷ്യന്റെ വിശ്വാസം ഇസ്തിഖാമത്തിലാകുകയില്ല, ഒരു മനുഷ്യന്റെ വിശ്വാസവും ശരിയാകുകയില്ല. ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു, അവന്റെ ഹൃദയം നേരായെങ്കിലല്ലാതെ. വലാ യസ്തഖീമു ഖൽബുഹു, അവന്റെ ഹൃദയം നേരാകുകയില്ല. ഹത്താ യസ്തഖീമ ലിസാനുഹു, അവന്റെ നാവ് നേരെയാകാതെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ അവസാനിച്ചു. പക്ഷെ റമദാനിൽ കരസ്ഥമാക്കിയ തഖ്വ അവസാനിച്ചിട്ടില്ല, ഈമാൻ അവസാനിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി മുന്നോട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. പടച്ച റബ്ബിനെ ഭയപ്പെടണം. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ
അദൃശ്യത്തിൽ റബ്ബിനെ കുറിച്ച് ബോധമുള്ളവർ എന്ന് പറഞ്ഞ സത്യവിശ്വാസികളിൽ ഉൾപ്പെടാൻ നമുക്ക് ഏവർക്കും സാധിക്കണം. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകളിൽ നാം ഓരോരുത്തരും ഉൾപ്പെടേണ്ടതുണ്ട്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി തആല മിനദ് ദുആ. ഒരു മനുഷ്യൻ ഇസ്തിഖാമത്തോടുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ വിനയത്തോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതോളം അള്ളാഹുവിൽ നിന്ന് ലഭിക്കാനുള്ള ഔദാര്യമായി, ഫضലായി, ശ്രേഷ്ഠതയായി മറ്റൊന്നും അവനില്ല. അതുകൊണ്ട് റബ്ബിനോട് ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടണേ എന്ന് നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله من സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. يقول الله عز وجل بل تؤثرون الحياة الدنيا والآخرة خير وأبقى. എല്ലാ വെള്ളിയാഴ്ചകളിലും ഇമാം പാരായണം ചെയ്യുന്നതായി നമ്മൾ കേൾക്കാറുള്ള വചനമാണ് ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ. മനുഷ്യന് നേർമാർഗത്തിൽ നിൽക്കാൻ സാധിക്കാത്തത് പരലോകത്തെക്കാൾ അവൻ ദുനിയാവിന് പ്രാധാന്യം നൽകുന്നത് കൊണ്ടാണ്. എന്നാൽ മുഅ്മിനീങ്ങളെ മനസ്സിലാക്കിക്കൊള്ളുക, വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. പരലോകമാണ്, മരണാനന്തര ജീവിതമാണ് ഏറ്റവും നന്മയുള്ളതും അതിലുള്ള വിജയമാണ് ഏറ്റവും വലിയ വിജയവും. വഅബ്ഖാ, അതാകുന്നു ശാശ്വതമായ ജീവിതവും. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കുക. നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റുള്ള ഇബാദത്തുകൾ, സകാത്ത്, അതുപോലെ തന്നെ സുന്നത്ത് നോമ്പുകൾ, സഹോദരിമാർ അവർക്ക് നഷ്ടപ്പെട്ട നോമ്പുകൾ അത് പിടിച്ചു വീട്ടാൻ ഈ വിഷയങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ ചെലുത്തുക. അതുപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ സ്വാമ റമദാൻ ثم أتبعه ستا من شوال كان كصيام الدهر. ഒരു മനുഷ്യൻ പരിശുദ്ധ റമദാനിന് ശേഷം ഷവ്വാൽ മാസത്തിൽ 6 ദിവസം അയാൾ നോമ്പെടുക്കുകയാണെങ്കിൽ ഒരു വർഷക്കാലം മുഴുവനും നോമ്പെടുത്തതായ പ്രതിഫലം അയാൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നതിനും ഇബാദത്തുകളിൽ ശ്രദ്ധ ചെലുത്തുന്നു.